صلاة وصيام وكذلك فرح وسرور والمتدين من تلقاه مبتسما حلوا كالنور. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാർ, 22ാമത്തെ ജുസ്ഇലേക്ക് എത്തുന്ന സമയത്ത് 4 അധ്യായങ്ങളിലൂടെയാണ് ഈ ജുസ്ഇ കടന്നു പോകുന്നത്. ഒന്ന് 33ാം അധ്യായം സൂറത്തു അഹ്സാബിൻ്റെ 31ാമത്തെ വചനം മുതൽ 73ാമത്തെ വചനം വരെയുള്ള ഭാഗങ്ങൾ. മറ്റൊന്ന് സൂറത്തു സബഇൻ്റെ 54 അഥവാ മുഴുവൻ ആയത്തുകളും 35ാമത്തെ അധ്യായം സൂറത്തു ഫാത്തിർ 1 മുതൽ 45 വരെ മുഴുവൻ വചനങ്ങളും. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഖൽബുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്തു യാസീൻ ആദ്യത്തെ 27 വചനങ്ങളുമാണ് ഈ ജുസ്ഇൻ്റെ ഭാഗമാകുന്നത്. ഈ ജുസ്ഇൻ്റെ വിവിധ വചനങ്ങളിലൂടെ കടന്നുപോയ സന്ദർഭത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഈ 4 അധ്യായങ്ങളിൽ ചില ഭാഗങ്ങൾ ആശയങ്ങൾ തുടർന്നു വരുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ അന്ത്യനാൾ വരെയുള്ള വിശ്വാസി സമൂഹങ്ങൾക്ക് പാഠവും മാതൃകയുമായി എന്നും നിലനിൽക്കുന്നതാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ വചനങ്ങൾ പലതും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത വിധം ആയത്തുകളിൽ തന്നെ നമുക്ക് ആ സംഭവങ്ങളും പേരുകളുമൊക്കെ കാണാൻ കഴിയും. ഒന്നാമത്തെ ഇതിൻ്റെ അധ്യായം സൂചിപ്പിച്ചതുപോലെ സൂറത്തു അഹ്സാബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോടുള്ള ചില ഉപദേശങ്ങളും അവരെ പ്രതിപാദിച്ചുകൊണ്ടുമാണ് ആരംഭിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്ക് അവരുടെ കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട്, അവരുടെ കർമ്മങ്ങൾ ഏറെ മഹത്തരമാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യങ്ങൾക്ക് പിന്തുണ നൽകുന്നവരാണ്. അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്നവരാണ്. ആ രീതിയിൽ ഈ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അവരോടുള്ള ചില ഉപദേശങ്ങളായിക്കൊണ്ട് അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നിങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ കാണിക്കണം, സൂക്ഷ്മത പാലിക്കണം. നിങ്ങളുടെ സംസാരത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ, ശബ്ദം താഴ്ത്തിയും സംസാര ശൈലിയിലുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള മാറ്റങ്ങളോ വ്യത്യസ്ത മാനസിക നിലകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ ജനങ്ങൾക്കിടയിലുണ്ട്. അവരിൽ അസ്വസ്ഥതകൾ, അവരിൽ ഏതെങ്കിലും രീതിയിലുള്ള മോശമായ ചിന്തകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സൗന്ദര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിൽ, പുറത്തു കാണിക്കുന്നതിൽ പ്രത്യേകമായ സൂക്ഷ്മതയുണ്ടാവണം. കർമ്മങ്ങളും ആരാധനകളും അമലുകളും കൃത്യമായി നിർവഹിക്കണം. ഇങ്ങനെയുള്ള നിരവധിയായ ഉപദേശങ്ങൾ, ഇതെല്ലാം വിശ്വാസി സമൂഹം എന്ന നിലക്ക് നമ്മുടെ കൂടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കാൻ ഈ സന്ദർഭം നാം ഉപയോഗപ്പെടുത്തുക. പ്രവാചകനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, പ്രവാചകന് വലിയ പിന്തുണകൾ നൽകുന്ന പത്നിമാരോട് പോലും ഇത്ര കൃത്യമായി ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ നമ്മളും ഇതിൽ എത്രമാത്രം ബാധ്യസ്ഥരാണ് എന്ന് തിരിച്ചറിയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭവനത്തിനെക്കുറിച്ച് ഈ വചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. വഹികളിൽ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഇറങ്ങുന്നതിൽ മിക്കതും പ്രവാചകൻ്റെ ഭവനത്തിലായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ജുസ്ഇൻ്റെ സംക്ഷിപ്തമാണ് എന്നതുകൊണ്ട് വളരെ വേഗത്തിൽ, വളരെ ചുരുക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. സൂറത്തു അഹ്സാബിൻ്റെ പിന്നീടുള്ള ഭാഗങ്ങളിൽ വരുന്നത് ജീവിത വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങളാണ്. അഥവാ അത് കൃത്യമായി നാം പാലിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വീഴ്ചകൾ സംഭവിക്കരുത്.
ഇങ്ങനെ വളരെ സ്പഷ്ടമായുള്ള ചില നിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ് എന്ന് ഉണർത്തൽ, അതുപോലെ തന്നെ പാപമോചനവും പ്രതിഫലവും മഹത്തായ പ്രതിഫലവും ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് വളരെ കൃത്യമായുള്ള ചില പ്രതിപാദനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, നാം നോമ്പ് നോൽക്കുന്നത്, നമസ്കരിക്കുന്നത്, സക്കാത്ത് നിർവഹിക്കുന്നത്, ഇങ്ങനെയുള്ള ആരാധനകൾ നിർവഹിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്നുള്ള അഭിസംബോധനയോടുകൂടിയുള്ള ആയത്തുകളാണ്. ഈ മിക്ക ആരാധനകളുടെയും വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനു എന്ന പ്രയോഗം അത് പുരുഷന്മാരായ വിശ്വാസികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് ഭാഷാ പണ്ഡിതന്മാരുടെയും മുഫസ്സിരീങ്ങളുടെയും പഠനവും ചർച്ചയും പരിശോധിക്കുമ്പോൾ അത് എല്ലാ വിശ്വാസികളും, സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള എല്ലാ വിശ്വാസികളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ വചനത്തിൽ വളരെ കൃത്യമായി കൊണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും വെവ്വേറെയായിക്കൊണ്ട് പ്രതിപാദിച്ച് ഓരോ വിഷയങ്ങളിലും സാമ്യമെന്ന് തോന്നാവുന്ന വിഷയങ്ങൾ പോലും വ്യത്യസ്ത പദങ്ങളിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. ഒന്ന് മുസ്ലിമാണ്, മറ്റൊന്ന് മുഅ്മിനാണ്. മുസ്ലിമീങ്ങളെക്കുറിച്ച് മുസ്ലിമീൻ, അതേപോലെ തന്നെ മുസ്ലിമാത്ത്, മുസ്ലിമൂന, മുസ്ലിമാത്ത് നമുക്കറിയാം, ഭാഷാ പ്രയോഗം വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ മുഅ്മിൻ, മുഅ്മിനത്ത് വളരെ കൃത്യമായി അത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഖാനിത്തീൻ, ഭയഭക്തിയുള്ള ആളുകൾ, ഖാനിത്താത്ത്, സ്വാദിഖീൻ, സ്വാദിഖാത്ത് അഥവാ സത്യവാന്മാർ, സ്വാബിരീൻ ക്ഷമാശീലർ, സ്വാബിറാത്ത്, അങ്ങനെയുള്ള തുടർന്ന് വരുന്ന വചനങ്ങളിൽ ദാനധർമ്മികൾ, സ്വാഇമീൻ നോമ്പുകാർ, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവർ, അതേപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നവർ, ഇതിലെല്ലാം സ്ത്രീകളെയും പുരുഷന്മാരെയും കൃത്യമായി സൂചിപ്പിക്കുന്നു എന്നത് ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. തുടർന്ന് വരുന്ന വിഷയാവതരണത്തിൽ അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചനയിൽ വരുന്നുണ്ട് എന്നതുകൊണ്ടും മറ്റ് വിഷയങ്ങളിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് സൂചിപ്പിച്ച ഒരു സ്വഹാബിയാണ് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ഹിബ്ബ് റസൂലുള്ളാഹ് എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചും ഉസാമ റളിയല്ലാഹുവിനെ കുറിച്ചും ഇത്തരത്തിലുള്ള പ്രയോഗം കാണാം. പ്രവാചകനെ ഏറെ ഇഷ്ടപ്പെട്ട, പ്രവാചകൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ഇവർ എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചിട്ടുള്ള സൈനബ റളിയല്ലാഹു അൻഹ അതിനു മുമ്പ് സെയ്ദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യയായിരുന്നു എന്നും അവർ തമ്മിലുള്ള വിവാഹമോചനത്തിൻ്റെ പിന്നാലെയാണ് പ്രവാചകൻ സൈനബ റളിയല്ലാഹുവിനെ വിവാഹം കഴിക്കുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ റളിയല്ലാഹുവിനെ വിവാഹം കഴിച്ച സന്ദർഭത്തിൽ സ്വന്തം മകൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചു എന്ന രീതിയിലുള്ള പരിഹാസങ്ങൾ ഉണ്ടാവുകയും, എന്നാൽ സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ പോറ്റുമകനാണ് എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാം. ആ രീതിയിൽ വിവാഹിതരാകുന്നതിന്, അല്ലെങ്കിൽ തൻ്റെ വളർത്തുപുത്രൻ്റെ മകളെ പിന്നീട് ഏതെങ്കിലും കാരണത്താൽ വിവാഹം കഴിക്കുന്നതിന് തെറ്റില്ല എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ ഈ വചനത്തിലൂടെ കാണാൻ കഴിയും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളാണ്, മുമ്പുള്ള ആളുകളിലും അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ളതാണ് എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ കാണാം. വിശ്വാസികളായ ആളുകളോടുള്ള ചില ഉപദേശങ്ങളാണ് തുടർന്ന് വരുന്നത്. നിങ്ങളെപ്പോഴും അള്ളാഹുവിനെ ഓർക്കണം, ദിക്റുണ്ടാവണം. ദിക്റുള്ള അത് പ്രധാനമാണ്. അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും അനുഗ്രഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ വിശ്വാസികൾക്കും അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ ആ രൂപത്തിൽ വിശ്വാസികളും പ്രവാചകനെ ഓർക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മിനദ്ദുലുമാത്തി ഇലന്നൂർ എന്ന പ്രയോഗം നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സമാധാനം പ്രവാചകരിലുണ്ട്, വിശ്വാസികളിലുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 5 പദങ്ങളിലൂടെ അല്ലെങ്കിൽ പദപ്രയോഗങ്ങളിലൂടെ അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഷാഹിദാണ്, സാക്ഷിയാണ്. മറ്റൊന്ന് മുബശ്ശിറാണ്, സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ്. തദ്കീർ, മുന്നറിയിപ്പ് നൽകുന്ന ആളാണ്. സിറാജം മുനീറ, വളരെ പ്രകാശിക്കുന്നൊരു വിളക്കാണ് എന്ന് പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. ദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ്. അവിടെ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ചു കൊണ്ടാണ് ആ ഒരു ദൗത്യം നിർവഹിക്കുന്നത് എന്നതുകൂടെ അവിടെ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം
പിന്നീട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിശദമായ ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇദ്ദയുമായി ബന്ധപ്പെട്ട ചില പ്രതിപാദനങ്ങൾ, വിവാഹിതരാവുകയും എന്നാൽ ജീവിതം ആരംഭിച്ചിട്ടില്ല എങ്കിൽ വിവാഹമോചനം നടത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഇദ്ദ ഇരിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള ആയത്തുകൾ ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ വിവാഹമോചന സമയത്ത് നൽകുന്ന മോചനദ്രവ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിനെ കുറിച്ച് 9 ഭാര്യമാരുടെ പേരുകൾ നമുക്ക് വിശദീകരണങ്ങളിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആ നാട്ടിലുള്ള ആളുകളുടെ പ്രതികരണങ്ങളും അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസവാക്കുകൾ നൽകുന്നത് കാണാൻ കഴിയും. സൈനബ റളിയല്ലാഹു അൻഹയുമായുള്ള പ്രവാചകന്റെ വിവാഹ ദിവസത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് അവിടെ നിന്ന് പോവാതിരിക്കുകയും അവിടെ തന്നെ നിൽക്കുകയും ചെയ്ത സമയത്ത് അവരോട് പ്രവാചകന്റെ വീടുകളിൽ നിങ്ങൾ കൃത്യമായി സൂക്ഷ്മത പാലിക്കണം, അനാവശ്യമായി അവിടെ നിൽക്കരുത് എന്നൊക്കെയുള്ള ചില ഉപദേശങ്ങൾ അവിടെ നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും സമാധാനമുണ്ട്. അതുകൊണ്ട് വിശ്വാസികളും പ്രവാചകന് വേണ്ടി ആ രീതിയിൽ പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള ഉപദേശങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും മദീനയിലുള്ള ആളുകളെ പ്രതിപാദിച്ചുകൊണ്ട് അവരെ ശല്യപ്പെടുത്തരുത്, അതേപോലെ തന്നെ മറ്റുള്ളവരെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്, മറ്റുള്ളവരെ മാനസികമായോ ശാരീരികമായോ രക്തം കൊണ്ടോ ധനം കൊണ്ടോ അഭിമാനം കൊണ്ടോ അവരെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്, പരസ്പരം കാത്തു സൂക്ഷിക്കണമെന്നൊക്കെയുള്ള ഉപദേശങ്ങൾ. സ്ത്രീകളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ജിൽബാബ് നമുക്കറിയാം ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഒരു ഭാഗമാണ്. നിങ്ങളുടെ വസ്ത്രങ്ങൾ താഴേക്ക് ഇറക്കിയിടാം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഈ ഭാഗത്താണ് വരുന്നത്. അതേപോലെ തന്നെ ആളുകളിൽ വിവിധ തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും. അവരെ കണ്ടാൽ അവരുടെ സംസാര രീതി നമ്മൾ കേട്ടുകഴിഞ്ഞാൽ വലിയ വിശ്വാസികളായി നമുക്ക് തോന്നും. പക്ഷേ അവർ ബാഹ്യ രീതിയിൽ മാത്രമാണ് വിശ്വാസികളായിട്ടുള്ളത്. അവരുടെ ചില ദുസ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും, വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവരായിരിക്കും, പരസ്പരം കുറ്റപ്പെടുത്തുന്നവരായിരിക്കും. അവർക്കൊക്കെ ഉണ്ടാകുന്നത് ബാഹ്യമായി വിശ്വാസികളാണെങ്കിലും വ്യക്തി ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ന്യൂനതയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ദുസ്വഭാവമുള്ള ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ ഇരു ലോകത്തുമുണ്ട് എന്ന ചില താക്കീത് കൂടെ നമുക്കിവിടെ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അന്ത്യസമയം അറിയുന്നത്, അള്ളാഹുവിന് മാത്രമാണ് എന്ന ചില പ്രയോഗങ്ങൾ, നരകശിക്ഷ ലഭിക്കുന്ന ആളുകൾ അവരുടെ ആ നരകത്തിലെത്തുമ്പോഴുള്ള പരിതാപത്തോടു കൂടിയുള്ള ചില പ്രസ്താവനകൾ, ചില ആവശ്യങ്ങൾ, അതേപോലെ തന്നെ ഈ ലോകത്ത് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരെ അനുകരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ അനുകരണങ്ങൾ പ്രകാരമോ ജീവിക്കുന്നവർക്ക് അവർ പരിതപിക്കുന്നു നരകത്തിൽ വെച്ച് എന്നൊക്കെയുള്ള പ്രതിപാദനങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ ആവർത്തിക്കുന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ആ നാട്ടിലുള്ള ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രയാസപ്പെടുത്തിയ സന്ദർഭങ്ങൾ, അതേപോലെ തന്നെ നാം പലപ്പോഴും ഖുതുബകളിലൊക്കെ കേൾക്കുന്ന ചില വചനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും നല്ല വാക്കുകൾ പറയണം, അതേപോലെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ നന്നാക്കണം. അമാനത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അത് ഒരു ഉപമയിലൂടെയാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അമാനത്ത് അത്ര ഗൗരവമുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നു. സൂറത്തു സബയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചില പ്രയോഗങ്ങൾ, അതേപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെയും മുഅ്ജിസത്തുകളെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ. സബ എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. യമനിൽ സ്ഥിതി ചെയ്യുന്ന ഇന്നും ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്ന സബ ഗോത്രവുമായി ബന്ധപ്പെട്ട ചില ഒരുപാട് കാര്യങ്ങൾ ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് ലഭ്യമായിട്ടുള്ള തോട്ടങ്ങൾ, അവർക്ക് ലഭിച്ച വിഭവങ്ങൾ, പിന്നീട് അവർക്കുണ്ടായിട്ടുള്ള അവരുടെ സ്വഭാവം കാരണം, അവരുടെ ജീവിത രീതി കാരണം അവർക്കുണ്ടായിട്ടുള്ള ശിക്ഷകൾ, പിന്നീട് ആ നാട് എങ്ങനെയായിത്തീർന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ സൂറത്തു സബയിലൂടെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് സൂറത്തു ഫാത്തിറിലേക്ക് വരുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്കാണ് കാരുണ്യം ലഭിക്കുന്നത്, അവർക്കാണ് നേർവഴി ലഭിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചില്ല എങ്കിൽ ഒരാൾക്കും ഹിദായത്ത് ലഭിക്കുകയില്ല. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല രീതിയിലുള്ള അവസ്ഥകളെയും തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ പ്രയാസപ്പെടേണ്ടതില്ല.
ഐഹിക ജീവിതം പിശാചും മനുഷ്യനെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പിശാച് മനുഷ്യനെ എത്രമാത്രം പ്രയാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന കാര്യങ്ങൾ കാണാം. കാറ്റുകളെക്കുറിച്ച്, മേഘങ്ങളെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, മഴയെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളുണ്ട്. ഈ ഉപമയിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തിനെ കുറിച്ച് അള്ളാഹു ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നുണ്ട്. ഈ ഉണങ്ങിയ മരുഭൂമിയിലേക്ക് മഴ വർഷിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഭൂമി സജീവമാകുന്നത് അല്ലെങ്കിൽ പിന്നീടും ഉണരുന്നത് എന്നതുപോലെ മനുഷ്യൻ്റെ മരണത്തിന് ശേഷം മരണാനന്തര ജീവിതം, പുനരുദ്ധാരണം, ഇതിനെക്കുറിച്ചുള്ള ഉപമകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഫാത്തിർ എന്നുള്ള അധ്യായത്തിൻ്റെ അർത്ഥം തന്നെ സൃഷ്ടാവ് എന്നുള്ളതാണ്. ഇണകൾ, അതേപോലെ തന്നെ സമുദ്രങ്ങൾ, രാത്രി പകൽ, സൂര്യൻ ചന്ദ്രൻ, ഇങ്ങനെ വ്യത്യസ്തമായുള്ള കാര്യങ്ങൾ. അന്ധനും കാഴ്ചയുള്ളവനും സമമാവുകയില്ല. അന്ധകാരം, പ്രകാശം, തണൽ, സൂര്യൻ, ജീവിക്കുന്നവർ, മരിച്ചവർ, ഈ ഉദാഹരണങ്ങളിലൂടെ ഈമാനുള്ളവർ, ഈമാനില്ലാത്തവർ, വിശ്വാസികൾ, അവിശ്വാസികൾ, ഇങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സൂറത്ത് ഫാത്തിറിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകന്റെ ദൗത്യത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. മുമ്പ് പ്രവാചകന്മാർ വന്നപ്പോൾ ആ സമൂഹം നിരസിച്ചതാണ്, അതുപോലെ തന്നെയാണ് ഈ സമൂഹവും നിരസിക്കുന്നത് എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അവിശ്വാസികളായിട്ടുള്ള ആളുകളെ ആ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുകളുണ്ട്. വെള്ളത്തിനെ കുറിച്ചും ഫലവർഗ്ഗങ്ങളെക്കുറിച്ചും മലകളെക്കുറിച്ചും അഥവാ പർവ്വതങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പ്രതിപാദനങ്ങളുണ്ട്. മനുഷ്യരിലും മറ്റു ജന്തുക്കളിലുമൊക്കെയുള്ള വർണ്ണങ്ങൾ പോലെയുള്ള ചില അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചില അത്ഭുതങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ചില വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, നമസ്കാരം, നന്മയുടെ വഴിയിൽ ചെലവഴിക്കുന്നവർ, അവർക്കുള്ള പ്രതിഫലം, വഹയ്യ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, സ്വർഗം, നരകം, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. ഇങ്ങനെ പല വിഷയങ്ങളും ആവർത്തിച്ചു വരുന്നു. പിന്നീട് സൂറത്തു യാസീനിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, ആദ്യത്തെ 27 വചനങ്ങൾ മാത്രമാണ് 22ാമത്തെ ജുസിയിലുള്ളത്. കേവലാക്ഷരം യാസീൻ എന്ന കേവലാക്ഷരം കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന മിക്ക അധ്യായങ്ങളും തുടർന്ന് വരുന്ന വചനങ്ങൾ ഖുർആനിൻ്റെ അസ്തിത്വം ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ആശയങ്ങളാണ്. ആ രീതിയിലും ചില പ്രയോഗങ്ങൾ നമുക്ക് ഇവിടെ കാണാം. പ്രവാചകന്റെ ദൗത്യത്തിനെ കുറിച്ച്, പ്രവാചകന്റെ ദൗത്യം നിർവഹിച്ചപ്പോൾ ആ സമൂഹത്തിൻ്റെ പ്രതികരണത്തിനെ കുറിച്ച്, പിന്നീട് ഒരു പ്രത്യേക സമൂഹത്തിനെ കുറിച്ച് അസ്ഹാബുൽ ഖറയ എന്ന് വിശദീകരിക്കപ്പെടുന്ന അസ്ഹാബുൽ ഖറയ, ആ സംഭവങ്ങൾ, ആ ഉദാഹരണങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഈ ജുസ്ഇന്റെ അവസാനത്തെ ഭാഗം ഉള്ളത് എന്ന് നമുക്ക് കാണാം. ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളുള്ള, അതേപോലെ തന്നെ വിവിധ സന്ദർഭങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് അന്ത്യനാൾ വരെയുള്ള സമൂഹത്തിന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു രീതിയാണ് ഈ ജുസ്ഇൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ ആശയങ്ങളും പഠിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംക്ഷിപ്ത വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ടവരെ, വളരെ നൂതനമായൊരു ആശയത്തെയാണ് നാം ഇവിടെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, മനുഷ്യൻ്റെ സമയത്തിന് വേഗത കൂടി വന്ന കാലഘട്ടത്തിൽ, പ്രബോധന പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ആവിഷ്കാരങ്ങൾക്കുമൊക്കെ അത്തരത്തിലുള്ള ഭാവവും രൂപവും ഒക്കെ കൈവരിക എന്നത് സ്വാഭാവികമാണ്. ജുസ് 22 സംക്ഷിപ്തമായി ഏതൊക്കെ മേഖലകളാണ് പരാമർശിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ ജുസ്ഇൽ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഈ കാലഘട്ടത്തിൽ അതീവ പ്രാധാന്യത്തോടുകൂടി പ്രസക്തിയോടുകൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് സ്ത്രീയും പുരുഷനും, അതുപോലെ ലിംഗവൈജാത്യങ്ങളും തുടങ്ങിയ വിഷയങ്ങളൊക്കെ. ഇതുമായി വിശുദ്ധ ഖുർആൻ എന്തു സമീപനമാണ്, എന്താശയമാണ് മുന്നോട്ട് വെക്കുന്നുള്ളത് ഒരുപാട് ചർച്ച നടന്ന കാര്യമാണ്. എങ്കിലും ഈ ജുസ്ഇനെ കുറിച്ച് ചർച്ച നടത്തുന്ന സമയത്ത് ഈ വിഷയം സംസാരിക്കാതെ പോകുന്നത് അനീതിയാകും എന്നതുകൊണ്ടാണ് ഈ വിഷയത്തെ ഈ ജുസ്ഇൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക്
ഒരു പ്രത്യേക സംവിധാനത്തിൽ പടച്ച് സൃഷ്ടിച്ച് വിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും സ്ത്രീ പുരുഷരെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ലിംഗനീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ട വിഷയം ആരാണ് മനുഷ്യൻ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ കാഴ്ചപ്പാടാണ്. മനുഷ്യൻ ആരാണ് എന്ന ചോദ്യം ഖുർആൻ അതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് എന്ന് വിശ്വാസികൾ ഓരോരുത്തരും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഭൗതികശാസ്ത്രത്തോട് ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ചില ഉത്തരങ്ങളുണ്ട്. അങ്ങാടിയിൽ നിന്ന് തുച്ഛമായ പണത്തിന് നമുക്ക് വാങ്ങി എടുക്കാൻ പറ്റുന്ന ചില മൂലകങ്ങൾ ചേർന്ന ഒരു ഭൗതിക വസ്തുവാണ്, സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന ഉത്തരമാണ് ഭൗതികശാസ്ത്രം, മെറ്റാഫിസിക്സ് ഈ ചോദ്യത്തിന് മറുപടിയായി മുന്നോട്ട് വെക്കാറുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മറുപടി അത് തികച്ചും യുക്തിസഹമാണ്, പരിപൂർണമാണ്, കേൾക്കുന്നവർക്ക് തൃപ്തി നൽകുന്ന തരത്തിലുള്ള മറുപടിയാണ്. പ്രധാനമായും 2 വാദങ്ങളാണ് മനുഷ്യരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ലോകത്ത് നിലനിൽക്കുന്നത്. അത് നമുക്കറിയാം, പരിണാമവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഭൗതിക വാദമാണ്. മനുഷ്യൻ വളരെ പരാമർശയോഗ്യമല്ലാത്ത തരത്തിലുള്ള ഒരണുവിൽ നിന്നൊക്കെ വികസിച്ച് ഇന്ന് കാണുന്ന മനുഷ്യന്റെ രൂപത്തിലേക്ക് എത്തി എന്നുള്ള വാദമാണത്. ആ വാദം അതിൻ്റെ ഉപഭോക്താക്കൾ അതല്ലെങ്കിൽ അതിൻ്റെ പ്രചാരകർ പോലും പലപ്പോഴും നിശബ്ദരായി പോവുകയും അതൃപ്തരായി പോകുകയും ചെയ്യുന്ന തരത്തിലുള്ള വാദമാണ് എന്നും അത് സ്ഥാപിക്കുവാൻ ശാസ്ത്രത്തിനോ അതിൻ്റെ അനുബന്ധ സംഗതികൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ മനുഷ്യനെ സൃഷ്ടിവാദവുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തു സ്വാദിൽ 71-72 വചനങ്ങളിൽ, ഇത് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ഖാലിഖും ബശറൻ മിൻ തീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ മുഖറബുകളായ മലക്കുകളോട് മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കാൻ നാം തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഇത്തരത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സൂറ അൽ ബഖറയിൽ 30-ാമത്തെ ആയത്തിൽ വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നമുക്ക് ഏവർക്കും സുപരിചിതമായ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഭൂമിയിൽ ഞാൻ എൻ്റെ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോവുകയാണ്. അത് കേൾക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മാലാഖമാർ തിരിച്ചു ചോദിക്കുന്നത് അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, പരസ്പരം രക്തം ചിന്തുകയും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സൃഷ്ടിവർഗത്തെയാണോ ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്നത് എന്നാണ്. വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, നിനക്ക് സ്തുതി അർപ്പിക്കുകയും നിന്നെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നതിന് ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്ന മറുപടിയാണ് മലക്കുകൾ നൽകുന്നത്. ഖാൽ ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടി നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്ത് വെച്ച് മണ്ണിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്ന സംഗതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്തിനു വേണ്ടിയാണ് ഇത്രയും സങ്കീർണവും സവിശേഷതകൾ നിറഞ്ഞതുമായ ഈ ഭൂമിയിലേക്ക് അതീവ സങ്കീർണതകൾ നിറഞ്ഞ പ്രത്യേകതകൾ നിറഞ്ഞ മനുഷ്യനെന്ന് പറയുന്ന ഒരു സൃഷ്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിട്ടിട്ടുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ കാണുന്ന ലക്ഷക്കണക്കിന് പ്രത്യേകതകൾ നിറഞ്ഞ ജീവജാലങ്ങൾക്കിടയിൽ സവിശേഷമായ സ്ഥാനം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നമ്മെ അയച്ചിരിക്കുന്നത്, തൻ്റെ ഖലീഫയായി പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്തിനാണ് എന്ന തിരിച്ചറിവ് കൂടി, എന്ന ബോധ്യം കൂടി നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യന്റെ ഭൂമിയിലേക്കുള്ള ആഗമനോദ്ദേശം വന്നു കഴിഞ്ഞ് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള ഉദ്ദേശങ്ങളും പ്രയോറിറ്റികളും മുൻഗണനകളും ഒക്കെ ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കും. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, പറഞ്ഞു വിട്ടിരിക്കുന്ന രക്ഷിതാവ്
മർമ്മപ്രധാനമായി പറഞ്ഞിരിക്കുന്ന ജീവിതോദ്ദേശം, ഈ ഭൂമിയിലെ നിലനിൽപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുക എന്നതു മാത്രമാണ്. ആ തിരിച്ചറിവില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചു പോവുക എന്നത് ലക്ഷ്യം മറന്നു പോകുന്ന, പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് നമുക്കുണ്ടാക്കി തരിക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്? വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ഖാലിഖും ബശറൻ മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ ഫഇദാ സവൈതുഹു വനഫഖ്തു ഫീഹി മിൻ റൂഹി ഫഖഉ ലഹു സാജിദീൻ. സൂറത്തു അൽ ഹിജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 28-29 ആയത്തുകളിൽ പരാമർശിക്കുന്നു. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ സവിശേഷതയാണ്, പ്രത്യേകതയാണ്. മനുഷ്യനെ വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങൾ മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ത്വീനെന്നും ഹമഇം മസ്നൂനെന്നും സ്വൽസാലിം മിൻ ഹമഇം മസ്നൂനെന്നും ഒക്കെയുള്ള 3-4 പ്രയോഗങ്ങൾ അവിടെ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണങ്ങൾ എഴുതിയ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെയും മനുഷ്യൻ്റെ ശാരീരികമായ സവിശേഷതകളെ പരിഗണിച്ചുകൊണ്ട് ക്രമപ്രവൃദ്ധമായി മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന വളർച്ചകളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് പരാമർശിച്ചിട്ടുള്ള പരാമർശങ്ങളാണ് എന്ന് മുഫസ്സിറുകൾ ഈ വിഷയകമായി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും ആ മണ്ണിൻ്റെ സത്തയിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനിലേക്ക് വനഫഖ്തു ഫീഹി മിൻ റൂഹി എന്ന പ്രയോഗം അവിടെ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയത്തെയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനാവരണം ചെയ്യുന്നത്. അതിലൊന്ന്, മനുഷ്യന് 2 തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട് എന്നതാണ്. ഒന്ന് മനുഷ്യൻ്റെ കേവലം ജഡികമായ വ്യക്തിത്വം, ശരീരപ്രധാനമായ ബയോളജിക്കലി നമുക്ക് പറയാൻ സാധിക്കുന്ന വ്യക്തിത്വം. വനഫഖ്തു ഫീഹി മിൻ റൂഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ആത്മാവിൽ നിന്ന്, റൂഹിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ഈ രൂപത്തിലേക്ക് ഊതി എന്ന് പറയുന്നതോടുകൂടി മനുഷ്യനിലേക്ക് ജീവൻ സന്നിവേശിപ്പിക്കപ്പെട്ടു. അഥവാ ഒരാത്മീയമായ വ്യക്തിത്വത്തെ കൂടി ഈ കളിമണ്ണിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യസാധ്യമായ, നമുക്ക് സ്പർശസാധ്യമായ, നമുക്ക് അനുഭവേദ്യമായ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവേദ്യമായ, നമ്മുടെ കേവലമായ ഈ ജഡത്തെ, അതല്ലെങ്കിൽ ശരീരത്തെ മാത്രം നോക്കി ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുകയും ആവശ്യങ്ങളെ നിശ്ചയിക്കുകയും ചെയ്യുന്നത് പ്രകൃതി വിരുദ്ധമാണ് എന്നും മനുഷ്യത്വരഹിതമാണ് എന്നുമുള്ള തിരിച്ചറിവാണ് ഇവിടെ നമുക്കുണ്ടാകേണ്ടത്. പകരം ഒരു വിശ്വാസി എന്ന നിലയിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ ശരീരത്തെ പോലെ തന്നെ അതീവ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കേണ്ട മറ്റൊരു വ്യക്തിത്വം കൂടി ഓരോ മനുഷ്യനിലുമുണ്ട് എന്നതാണ്. ആ വ്യക്തിത്വത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് സ്വാഭാവികമായും മനുഷ്യനെ പാതി അവഗണിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ അവൻ്റെ ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയായി മാറും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഈ ഭൗതിക മാത്ര പ്രസക്തമായ പ്രത്യയശാസ്ത്രങ്ങളൊക്കെയും മനുഷ്യൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ വ്യക്തിത്വമായ ആത്മീയ വ്യക്തിത്വത്തെ, സ്പിരിച്വൽ പേഴ്സണാലിറ്റിയെ അവഗണിച്ചുകൊണ്ടുള്ള നിലപാടുകളും നയങ്ങളും സമീപനങ്ങളും ഒക്കെയാണ് സ്വീകരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൗതികതയിൽ മാത്രം ആറാടി ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം അതുതന്നെയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യന് 2 തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്. അതിലൊന്ന് നമുക്ക് പരിചിതമായ ഈ പ്രകടമായ ബാഹ്യമായ വ്യക്തിത്വം. ഇവിടെ നമുക്ക് വിശപ്പുണ്ട്, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ആവശ്യങ്ങളുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്, വേദനയുണ്ട്. ഈ വിശപ്പും സന്തോഷവും ആഗ്രഹവും വേദനയും ഒക്കെ പോലെ തന്നെ നമ്മുടെ ആത്മാവിനും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഇതിനേക്കാൾ കൂടുതലുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ശരീരത്തെക്കാൾ ഉദാത്തമാണ് മനസ്സ്, അതല്ലെങ്കിൽ ആത്മാവ് എന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. ആത്മാവും ശരീരവും ഇത് രണ്ടും കൂടെ സമ്മേളിച്ച മനുഷ്യനെയാണ് വലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ജഡമായി മനുഷ്യനെ കേവലം ശരീരമായി കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചപ്പോഴല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, മലക്കുകളോട് സാഷ്ടാംഗം നമിക്കാൻ പറഞ്ഞിട്ടുള്ളത്
ആ രൂപത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മാവിൽ നിന്ന് ജീവൻ സന്നിവേശിപ്പിച്ചപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് സാഷ്ടാംഗം നമിച്ചുകൊള്ളുക എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ജഡത്തേക്കാൾ എത്രയോ ഉദാത്തമാണ് മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നതിനെയാണ് മനുഷ്യൻ എന്ന സംജ്ഞ കൊണ്ട്, വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ആത്മീയമായ വ്യക്തിത്വത്തെ അവഗണിച്ച് കേവലം ശരീരപ്രധാനമായ ജീവിയാണ് എന്ന ഭൗതിക വാദത്തിൻ്റെ വാദം അത് തികച്ചും യുക്തിരഹിതമാണ്, അശാസ്ത്രീയമാണ് എന്ന് നാം മനസ്സിലാക്കുക. ജൈവികമായ സവിശേഷതകൾ മാത്രം പരിഗണിച്ചുകൊണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രത്യക്ഷത്തിൽ കാണുന്ന ബയോളജിക്കലായ ജൈവികമായ സവിശേഷതകളെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ആണ്, പെണ്ണ് തുടങ്ങിയ വർഗീകരണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ വിഭാഗീയത നടത്തുകയോ ചെയ്യുന്നത് തികച്ചും അശാസ്ത്രീയമാണ്, യുക്തിരഹിതമാണ്. മനുഷ്യന്റെ സത്ത എന്ന് പറയുന്നത് തന്നെയും ആത്മാവാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്ന് ഊതി സന്നിവേശിപ്പിക്കുകയും ജീവൻ നൽകുകയും ചെയ്തിട്ടുള്ള മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ വിശദമാക്കുന്നുണ്ട്. മനുഷ്യനെ ഇണകളായിക്കൊണ്ട്, അഥവാ ആണും പെണ്ണുമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. വല്ലാഹു ഖലഖകും മിൻ തുറാബിൻ തുമ്മ മിൻ നുത്ഫത്തിൻ തുമ്മ ജഅലകും അസ്വാജ വമാ തഹ്മിലു മിൻ ഉൻസ വലാ തളഉ ഇല്ലാ ബിഇൽമി വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ യൻഖുസു മിൻ ഉംരിഹി ഇല്ലാ ഫി കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. സൂറ അൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കളിമണ്ണിൽ നിന്ന്, അഥവാ ബീജഗണത്തിൽ നിന്ന് സൃഷ്ടിക്കുകയും പിന്നീട് അവൻ നിങ്ങളെ ഇണകളാക്കുകയും അവൻ്റെ അറിവനുസരിച്ചല്ലാതെ ഒരു സ്ത്രീയും ഗർഭം ധരിക്കുന്നില്ല, പ്രസവിക്കുന്നില്ല. ദീർഘായുസ് നൽകപ്പെട്ട ആൾക്കും ആയുസ് നീട്ടിക്കൊടുക്കപ്പെടുന്നതോ അയാളുടെ ആയുസിൽ കുറവ് വരുത്തപ്പെടുന്നതോ ഒരു രേഖയിലുള്ളതനുസരിച്ചല്ലാതെ നടക്കുന്നില്ല. എല്ലാം നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതീവ ലളിതമാകുന്നു, എളുപ്പമാകുന്നു എന്ന്. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ അൻ-നിസായിലെ 1-ാമത്തെ ആയത്തിൽ നമുക്ക് ഏവർക്കും സുപരിചിതമായ ആയത്താണ്. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ, റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. വഖലഖ മിൻഹാ സൗജഹ വബഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അതിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും ഒരാണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് ഇണയെ സൃഷ്ടിക്കുകയും ആണും പെണ്ണുമായി മനുഷ്യനെ ഈ ഭൂമിയിൽ പരത്തുകയും ചെയ്തവനാണവൻ. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ സൂക്ഷിക്കുക, റഹ്മുകളെ കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുന്നു. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അതീവ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2 ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിശുദ്ധ ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ് എന്നും അള്ളാഹുവിൻ്റെ ആത്മാവിനെ ആ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച രൂപത്തിലേക്ക് സന്നിവേശിപ്പിച്ചപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ളതായി തീർന്നത് എന്നും, അങ്ങനെ നടത്തിയ സൃഷ്ടിപ്പിൽ 2 വിഭാഗമായിട്ടാണ്, ആൺ പെൺ എന്ന ദ്വന്ദ്വങ്ങളായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുമുള്ള സൂചനയാണ് ഈ 2 ആയത്തുകൾ നമുക്ക് നൽകുന്നത്. എന്നാൽ ഇവിടെ ഈ കാലഘട്ടത്തിൽ അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുള്ള ചില ചർച്ചകളുണ്ട്, ചില സംവാദങ്ങളുണ്ട്, ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സജീവമായി അടുത്ത കാലത്ത് നിന്ന ഒരു സംഗതിയാണ് 3-ാം ലിംഗത്തെക്കുറിച്ചുള്ള ചർച്ച. നമ്മളേവരും യഥേഷ്ടം കേൾക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത സംഗതിയാണ്. LGBTQ പോലെയുള്ള 3-ാം ലിംഗത്തെക്കുറിച്ചുള്ള ചർച്ച നമ്മുടെ സമൂഹത്തിൽ സജീവമായിട്ടുള്ളത്. അത്തരത്തിൽ സജീവമായ ചർച്ച വന്നപ്പോഴാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ ഏതൊക്കെ തരത്തിലുള്ള പദങ്ങൾ പ്രയോഗിച്ചിട്ടാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത് എന്ന അന്വേഷണം സജീവമായത്. ആൺ പെൺ വർഗങ്ങൾക്ക് പുറമെ മാനസികമായ വെല്ലുവിളികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള 3-ാമത്തെ ഒരു വർഗം വേണം എന്ന് ഇത്തരത്തിലുള്ള ആളുകൾ ആവശ്യപ്പെടാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ധാരാളമായ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളുണ്ട്. അന്ധരായ ആളുകളുണ്ട്, ബധിരരായ ആളുകളുണ്ട്. ശരീരത്തെ അടിസ്ഥാനമാക്കി, ശരീരത്തിൻ്റെ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കി ഒരാണിനെ അവൻ്റെ ലിംഗവ്യത്യാസത്തിനനുസരിച്ചാണ് ആൺ പെൺ എന്ന ലിംഗവ്യത്യാസം നടത്തിയിട്ടുള്ളത്, വർഗീകരണം നടത്തിയിട്ടുള്ളത്. അതിനു പകരം മനുഷ്യൻ നേരിടുന്ന എല്ലാ ശാരീരിക വെല്ലുവിളികളെയും അടിസ്ഥാനമാക്കി വർഗീകരിക്കുവാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് തികച്ചും അശാസ്ത്രീയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മാനസികമായ വ്യക്തിത്വം. നേരത്തെ സൂചിപ്പിച്ചു, ആ മാനസിക വ്യക്തിത്വത്തിൽ മനുഷ്യൻ നേരിടുന്ന ധാരാളം വെല്ലുവിളികളുണ്ട്.
അത്തരം വെല്ലുവിളികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ വർഗീകരിക്കുവാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ തികച്ചും അശാസ്ത്രീയമായ സംഗതിയാണ്. ഒരാണിന് താൻ പെണ്ണാണ് എന്ന് തോന്നുകയും ഒരു പെണ്ണിന് താൻ ആണാണ് എന്ന് തോന്നുകയും ആണും പെണ്ണുമല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് തോന്നുകയും ഒക്കെ ചെയ്യുന്നത് മാനസികമായ വെല്ലുവിളികളായി, രോഗങ്ങളായിട്ടാണ് നാം കാണേണ്ടത്. അത്തരം അവസ്ഥകളെയൊക്കെ ഈ ഭൗതിക ശാസ്ത്രം പോലും വൈദ്യശാസ്ത്രം പോലും ഈ അടുത്ത കാലം വരെ അതൊരു മാനസിക രോഗമാണ്, വെല്ലുവിളിയാണ്, പ്രതിസന്ധിയാണ് എന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് അത്തരം വിഷയങ്ങളോട് സ്വീകരിച്ചിരുന്നത്. എന്നു മാത്രമല്ല, അത്തരം രോഗാവസ്ഥകൾക്ക് ആവശ്യമായ ചികിത്സാ രീതികൾ കൂടി ഈ ശാസ്ത്രം ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ അടുത്ത കാലത്തായി മറ്റെന്തൊക്കെയോ ഭൗതിക താല്പര്യങ്ങളുടെ, വിപണിയുടെ ആവശ്യങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സമീപനങ്ങളിൽ ഭൗതികശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഒക്കെ മാറ്റം വരുത്തുകയും ഇത്തരം ആളുകളെ ഒരു ജനറൽ സ്പെക്ട്രത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട്, അഥവാ അവരുടെ ലൈംഗിക വ്യക്തിത്വങ്ങളെ അംഗീകരിച്ചു കൊടുക്കണം എന്ന് തുടങ്ങുന്ന വിദണ്ഡമായ അർത്ഥശൂന്യമായ വാദങ്ങളെയാണ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് വെച്ചത്. ഇത് തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആക്ടിവിസ്റ്റുകളും നടത്താറുള്ളത്. മാനസികമായ ശാരീരികമായ വൈജാത്യങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടതുണ്ട്. അതടിസ്ഥാനത്തിൽ തന്നെയാണ് മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കടമകളും അവകാശങ്ങളും ഒക്കെ നിർണയിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന് ശാരീരികവും മാനസികവുമായ ആണിനും പെണ്ണിനും വ്യത്യസ്തങ്ങളായ അവസ്ഥകളുണ്ട്. ആ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ടാണ് ആണിൻ്റെയും പെണ്ണിൻ്റെയും കടമകളെയും ബാധ്യതകളെയും അവകാശങ്ങളെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്കുള്ള തുല്യതാവാദം എന്ന് പറയുന്നത് അത് അബദ്ധമാണെന്നും ഏകീകരിക്കുവാനും സമീകരിക്കുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ അത് അസാധ്യവും അനുചിതവുമാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം വൈവിധ്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. ഈ വൈവിധ്യങ്ങളെല്ലാം കൂടെ ഒരൊറ്റ നിറത്തിലേക്ക്, ഒരൊറ്റ രൂപത്തിലേക്ക്, ഒരൊറ്റ വർണ്ണത്തിലേക്ക്, ഒരൊറ്റ ശൈലിയിലേക്ക് മാറ്റിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്രമേൽ അരോചകമായൊരു സംഗതിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്നു മാത്രമല്ല, ഈ പറയുന്ന തുല്യത എന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമാണ് എന്നതിൻ്റെ തെളിവാണ് മനുഷ്യന് മാറ്റാൻ കഴിയാത്ത ഒരുപാട് പ്രാപഞ്ചിക സത്യങ്ങൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത ദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്, വ്യത്യസ്ത കാലാവസ്ഥകളിൽ താമസിക്കുന്ന ആളുകളുണ്ട്, വ്യത്യസ്ത നിറങ്ങളിലുള്ള ആളുകളുണ്ട്, വ്യത്യസ്ത വലിപ്പങ്ങളിൽ രൂപങ്ങളിലുള്ള ആളുകളുണ്ട്, വലിയവരും ചെറിയവരുമായ ആളുകളുണ്ട്. ഇതൊക്കെയും സമീകരിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം വങ്കത്തരമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ലളിതമായി ആലോചിച്ചാൽ മനസ്സിലാകുന്ന സംഗതിയാണ്. ഇതൊക്കെയും മാറ്റിവെച്ച് തങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകളിൽ അഴിഞ്ഞാടുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി അവിടെ മാത്രം ചില തുല്യതകളും ചില സമീകരണങ്ങളും ഏകീകരണങ്ങളും ഒക്കെ വരണം എന്ന് പറയുന്നത് തികച്ചും നിക്ഷിപ്തമായ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള വാദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ ഖുർആൻ തുല്യത വരുത്തിയ ചില മേഖലകളുണ്ട്. ആണും പെണ്ണും തുല്യരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില സന്ദർഭങ്ങളുണ്ട്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സൂറത്തുൻ നഹലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഏതൊരാണോ പെണ്ണോ ആകട്ടെ, അമില സ്വാലിഹൻ, അവൻ സൽക്കർമ്മമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എങ്കിൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് സവിശേഷമായ പ്രത്യേകത നിറഞ്ഞ വളരെ നല്ല ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത സൽക്കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. സൂറത്ത് ഗാഫിറിൽ 40-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സ ഇല്ലാ മിത്ലഹാ വമൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. സൂറ ഗാഫിറിൽ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ അമില സയ്യിഅതൻ, ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫലാ യുജ്സ ഇല്ലാ മിത്ലഹാ, അതിനനുസരിച്ച പ്രതിഫലം, അതിനനുസരിച്ച ശിക്ഷ മാത്രമാണ് അത്തരക്കാർക്ക് ലഭിക്കുന്നത്. വമൻ അമില സ്വാലിഹൻ, സൽക്കർമ്മമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, മിൻ ദക്കരിൻ ഔ ഉൻസ, അതാണാകട്ടെ
പെണ്ണാകട്ടെ, അവിടെ തുല്യതയാണുള്ളത്, അവിടെ ലിംഗവ്യത്യാസമില്ല, ലിംഗവ്യത്യാസത്തെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായിരിക്കണം എന്ന ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അത്തരം ആളുകൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അവിടെ അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ തുല്യത ആവശ്യമുള്ള മേഖലകളിലൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അത് പാലിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ വചനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി ആണിനെക്കുറിച്ച് പെണ്ണിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നടത്തിയിട്ടുള്ള ചില ഭാഷാ പ്രയോഗങ്ങളാണ്. പ്രധാനമായും 4 പദങ്ങളാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ 4 പദങ്ങളിൽ റിജാല്, നിസാ, ദക്കർ, ഉൻസ, ഈ 4 പദങ്ങളാണ് പ്രധാനമായും ഈ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ദക്കർ, ഉൻസ എന്ന 2 പദങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആൺ പെൺ എന്ന ആശയത്തിൽ പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ 2 പദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഖുർആനിൽ പരിശോധന നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതി, പൊതുവായ അർത്ഥത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യന്റെ കർമ്മങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നിടത്ത് ദക്കർ, ഉൻസ എന്നീ 2 പദങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് നിഷ്പന്നമാകുന്ന അതിൻ്റെ വ്യത്യസ്തങ്ങളായ മുഷ്തഖാത്തുകളെ, മറ്റു രൂപങ്ങളെയാണ് പ്രയോഗിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദുകൂറൻ, ഇനാസ തുടങ്ങിയ ബഹുവചന പ്രയോഗങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരേ ആയത്തിൽ തന്നെ കടന്നു വന്നിട്ടുണ്ട്. സൂറ അൻ-നിസായിലെ അവസാനത്തെ ആയത്തിൽ കലാലത്തുമായി വറാസത്തുമായും ഒക്കെ ബന്ധപ്പെട്ട് പരാമർശിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളത് വഇൻ കാനു ഇഖ്വ റിജാലൻ വനിസാഅ ഫലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. ഈ പ്രയോഗത്തിൽ നിന്നു തന്നെയും അനുമാനിക്കാവുന്നത്, മനസ്സിലാകുന്നത്, റിജാല്, നിസാ തുടങ്ങിയ പദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ കുടുംബ ബന്ധങ്ങളുമായി, അതല്ലെങ്കിൽ പരസ്പരമുള്ള ബന്ധങ്ങളുമായുള്ള പ്രയോഗ സന്ദർഭങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നും, ദക്കർ, ഉൻസ എന്നീ പ്രയോഗങ്ങൾ പൊതുവിൽ മനുഷ്യനെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, മനുഷ്യൻ്റെ കർമ്മങ്ങളെക്കുറിച്ചൊക്കെയുള്ള പൊതുവായ പരാമർശങ്ങൾ നടത്തുന്നിടത്താണ് ഈ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്ത്രീക്ക് വേണ്ട വിധം പരിഗണന നൽകുന്നില്ല എന്നും അവളെ രണ്ടാംകിടയായ പൗരയായിട്ടാണ് പരിഗണിക്കുന്നത് തുടങ്ങിയ പരാമർശങ്ങളും വിമർശനങ്ങളുമൊക്കെ ഈ ഒരർത്ഥത്തിൽ ഈ പദപ്രയോഗങ്ങളുടെ ആശയതലങ്ങളെ പരിഗണിച്ചു കഴിഞ്ഞാൽ ആ വിമർശനങ്ങളുടെയൊക്കെ മുനയൊടിഞ്ഞു പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനമായും നമ്മൾ കാണാറുള്ളത് വിമർശനമായി നമുക്ക് മുന്നിൽ വന്നുപെടാറുള്ളത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന പ്രയോഗമാണ്. സൂറത്തു നിസായിലെ തന്നെ 34-ാമത്തെ വിശാലമായ ഒരായത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്ന സംഗതി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട പരാമർശം നടക്കുന്നിടത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. ഇത് പൊതുവായി ഒരു സമൂഹത്തെ അല്ലെങ്കിൽ മനുഷ്യരാശിയെ, മാനവരാശിയെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് പരാമർശിക്കുന്ന ഒരു പ്രയോഗമല്ല, മറിച്ച് ഒരു കുടുംബത്തിനകത്ത് ഏതു വിധത്തിലുള്ള സമീപനവും നിലപാടുമൊക്കെയാണ് സ്വീകരിക്കേണ്ടത് തുടങ്ങിയ സംഗതിയെക്കുറിച്ച് പരാമർശിക്കുന്നിടത്താണ് ഈ പ്രയോഗം വന്നിട്ടുള്ളത്. ഇവിടെ മനുഷ്യർ പരസ്പരം, ആണും പെണ്ണും പരസ്പരം ആധിപത്യം ചെലുത്തുവാനും മേൽക്കൈ നേടുവാനുമുള്ള സമീപനമല്ല സ്വീകരിക്കേണ്ടത്, മറിച്ച് ഇസ്ലാം വിവക്ഷിക്കുന്നതും ഇസ്ലാം താല്പര്യപ്പെടുന്നതും മനുഷ്യൻ്റെ പരസ്പരമുള്ള ആധിപത്യമല്ല, പാരസ്പര്യമാണ്. പരസ്പരം ഇണയും തുണയുമായി സഹകരിച്ചുകൊണ്ട് പരസ്പരമുള്ള കുറവുകളിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണ നൽകിക്കൊണ്ടുള്ളൊരു മുന്നോട്ടു പോക്കിനാണ് ഇസ്ലാം താല്പര്യപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. റിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറയുന്നത് സവിശേഷമായി കുടുംബത്തിനകത്ത് നെടുനായകത്വം വഹിക്കേണ്ടത് പുരുഷനാണ് എന്നും, കൈകാര്യകർത്താവ് എന്ന ആശയ പരിഭാഷക്കപ്പുറത്തേക്ക് നിർവാഹകൻ എന്ന തലത്തിൽ അതിൻ്റെ പരിഭാഷ വരുത്തുകയാണ് എങ്കിൽ പെണ്ണിൻ്റെയും കുടുംബത്തിലെ മറ്റംഗങ്ങളുടെയും ഒക്കെ ആവശ്യങ്ങളെ നിർവഹിച്ചു കൊടുക്കുന്ന സേവകൻ എന്ന തലത്തിലാണ് ഈ ആശയത്തെ നോക്കിക്കാണേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും സഹാബത്തിൻ്റെ ജീവിതത്തിലുമൊക്കെ
അവർ കുടുംബത്തിനകത്ത് സ്വീകരിച്ചിരുന്ന സ്ത്രീകളോടും അവിടെയുള്ള കുട്ടികളോടും മറ്റ് അംഗങ്ങളോടും മുതിർന്നവരോടുമൊക്കെ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ എങ്ങനെയായിരുന്നു, സമീപനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഈ ആയത്തിനോട് ചേർത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോഴാണ്, വിശകലനത്തിന് വിധേയമാക്കുമ്പോഴാണ് നായകത്വം വഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ കുടുംബത്തിൻ്റെ സേവകനാവുകയും അവർക്ക് താങ്ങും തണലുമാവുകയും ചെയ്യുക എന്ന ആശയത്തിലാണ് ഈ പ്രയോഗം വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് റിജാല്, നിസാ എന്ന 2 പദങ്ങളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു കുടുംബത്തിനകത്തു മാത്രം പരിമിതമാകുന്ന ഒന്നാണ്. ഭൂമിയിലുള്ള മുഴുവൻ ആണുങ്ങളും മുഴുവൻ പെണ്ണുങ്ങളുടെയും കൈകാര്യകർത്താക്കളാണ് എന്ന ആശയത്തിൽ വികലമായ വായന നടത്തുമ്പോഴാണ് ഇത് വിമർശന വിധേയമാകേണ്ടി വരികയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇസ്ലാമികമായ അധ്യാപനങ്ങൾക്കെതിരിൽ വരികയും ചെയ്യുന്നത് എന്ന് സാമാന്യമായി നാം മനസ്സിലാക്കുക. ഇത് കുടുംബത്തിൽ പുരുഷന് നേതൃപരമായ നിർവഹണ ബാധ്യതയും ഉത്തരവാദിത്വവും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ അതിസൂക്ഷ്മമായ തലത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ജീവിത വിജയം നേടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറ ജുസ് 22 പ്രത്യേകമായി പരാമർശിച്ചിട്ടുള്ള വിഷയമായ എന്ന തലത്തിലാണ് ഇതിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എങ്കിലും ഈ വിഷയം വിശുദ്ധ ഖുർആനിൻ്റെ മറ്റു സ്ഥലങ്ങളിലൊക്കെയും പടർന്ന് പന്തലിച്ച് കിടക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്ത് നിസായിലും അതുപോലെ തന്നെ ആലി ഇമ്രാൻ, റഅദ്, നഹ്ൽ, സൂറ അൻ-നഹ്ൽ, സൂറ റഅദ്, ഫാത്തിർ, ഗാഫിർ, ഫുസ്സില, അങ്ങനെ ധാരാളം ആയത്തുകളിൽ, ധാരാളം സൂറത്തുകളിൽ ഈ വിഷയകമായ പരാമർശങ്ങളും സൂചനകളുമൊക്കെ ഉണ്ട് എന്ന് സാമാന്യമായി മനസ്സിലാക്കുക. അന്വേഷണങ്ങളും ഗവേഷണങ്ങളുമൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ മാർഗത്തിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനങ്ങളിലും നമ്മുടെ അന്വേഷണങ്ങളിലുമൊക്കെ അനുഗ്രഹം ചൊരിയുകയും നാളെ പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ അത് അനുഗ്രഹീതമായ വിജയത്തിന് കാരണമാകുന്ന ഒരു പ്രവർത്തനമായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.